ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒലിവ് ബോർഡ് ഏപ്രിൽ 13-14 ഡേയ്സിൽ കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിൻ്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു. അത്യാവശ്യം നല്ല സ്കോർ മേടിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയായിരുന്നു മാത്സിൻ്റെ. എന്നാൽ നമുക്ക് സൊല്യൂഷൻസിലോട്ട് കിടക്കാം. A number n is divisible by 2 but not divisible by 4. 2 വെച്ച് divisible ആണ് എന്ന് പറയുന്ന നമ്പർ but not divisible by 4. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ n is divisible by 2. അതായത് നമ്മൾ 2 എടുത്തു കഴിഞ്ഞാൽ divisible by 2 ആണ്. പക്ഷെ എന്താണ് divisible by 4 അല്ല. 2 കഴിഞ്ഞിട്ട് 4 എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. 6 എടുത്തു കഴിഞ്ഞാൽ ഓക്കെ 6 എടുത്താലും എന്താ divisible by 2 ആണ്, പക്ഷെ 4 വെച്ച് divisible അല്ല. സോ നെക്സ്റ്റ് 7 8 വരുമ്പോഴോ 8 പറ്റില്ല. 10 അല്ലേ, 10 എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, ഡിവിസിബിൾ ബൈ 4 അല്ല, പക്ഷെ ഡിവിസിബിൾ ബൈ 2 ആണ്. നെക്സ്റ്റ് വരുവാണെങ്കിൽ 14 ഡിവിസിബിൾ ബൈ 2, നോട്ട് ഡിവിസിബിൾ ബൈ 4, 18, 22. സോ ഇതിനെ നമുക്ക് 2 മൾട്ടിപ്ലൈഡ് വിത്ത് 1, 2 മൾട്ടിപ്ലൈഡ് വിത്ത് 3, 2 മൾട്ടിപ്ലൈഡ് വിത്ത് 5, 2 മൾട്ടിപ്ലൈഡ് വിത്ത് 7 ആണ് 14, 2 മൾട്ടിപ്ലൈഡ് വിത്ത് 9 ആണ് 18, 2 മൾട്ടിപ്ലൈഡ് വിത്ത് 11. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് n സ്ക്വയർ ഈസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ ഓഡ് നമ്പർ എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലായി 2 ഇൻറ്റു n നമ്മൾ ജനറലി n വേണ്ട, n ഓൾറെഡി നമ്മളിവിടെ ഡിനോട്ട് ചെയ്ത് x എന്ന് കൊടുക്കാം. 2 മൾട്ടിപ്ലൈ വിത്ത് x എന്ന് പറയുന്നത് n എടുക്കുക. ഈ x എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ, അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ n സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 4x സ്ക്വയർ ആയിരിക്കും. 4x സ്ക്വയർ. സോ ഇറ്റ്സ് ഓൾവേസ് ഡിവിസിബിൾ ബൈ ഓഡ് നമ്പർ ആയിരിക്കുമോ? ആണ്, കാരണം x എന്ന് പറയുന്നത് ഒരു ഓഡ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സിന് ഒരു ഓഡ് നമ്പർ കൊടുത്തു, 4 മൾട്ടിപ്ലൈ എടുത്ത് 4 കൊടുത്തു അല്ലേ. 4 ഡിവിസിബിൾ ബൈ ഒരു ഓഡ് നമ്പർ ആണോ? സോ 4 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 എന്താണ്, 4 തന്നെയാണ്. അപ്പോൾ എന്ന് പറയുന്നത് എന്താണ്, ഡിവൈഡ് ബൈ 1 എന്ന് പറയുന്നത് ഓഡ് നമ്പർ, അപ്പോൾ ഓഡ് നമ്പർ വെച്ച് ഡിവിസിബിൾ ആണ്. അതല്ലേ 4 ഇൻറ്റു ഇപ്പോൾ എക്സ് ഓഡ് കൊടുത്തു 3 സ്ക്വയർ 9, 4 ഇൻറ്റു 9 36 അല്ലേ, അതൊരു ഡിവിസിബിൾ ബൈ 9 വെച്ച് ഡിവിസിബിൾ, ഒരു ഓഡ് നമ്പർ വെച്ച് ഡിവിസിബിൾ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സം ഓഫ് വാല്യൂസ് ഓഫ് n ലെസ് ദാൻ 56 സം ഓഫ് വാല്യൂസ് ഓഫ് n എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് നമ്പർ, അപ്പോൾ 10 14 വരും, എന്നിന്റെ വാല്യൂ 15 വരും, സോറി 50 വരില്ല കേട്ടോ, 10 വരില്ല. എന്നിന്റെ വാല്യൂ 15നും 30ക്കും ഇടയ്ക്ക്, അപ്പോൾ അത് വരുമ്പം 18 വരും, 22 വരും. നെക്സ്റ്റ് വേറെ നമ്പർ കൂടെ വരുമല്ലോ, അടുത്ത 26 വരും. 26 ഡിവിസിബിൾ ബൈ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോൾ 30, അപ്പോൾ 30 എടുക്കത്തില്ല. സോ 18 പ്ലസ് 22 പ്ലസ് 26 എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര വരും, 48, 58, 66. സോ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എന്താണ് റോങ് ആണ്. സോ ഓപ്ഷൻ എ മാത്രമായിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റാണ്, നല്ല ഉദ്ദേശിച്ച സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് മിസ്റ്റേക്ക് ആണ്. ഇഫ് ഇൻ റേഡിയസ് ഓഫ് എ ട്രയാങ്കിൾ, ഇൻ റേഡിയസ് നമുക്ക് 3.5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ പെരിമീറ്റർ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. സോ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഇൻ റേഡിയസിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, ഇൻ റേഡിയസ് മൾട്ടിപ്ലൈഡ് വിത്ത് സെമി പെരിമീറ്റർ. സോ ഇവിടെ 3.5 അല്ലെങ്കിൽ 35/10, സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ ഹാഫ്, അതായത് 50 is equal to 5 to 5 3, 5 3s are 15, 105 by 2, 5 2s are 10, 52.5 centimeter square ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പാർസൽസ് ഡെലിവേർഡ് ഓഫ് വെയിറ്റ് ഇൻ ദ ക്ലാസ് ഇന്റർവൽ 40 to 45, അതായത് 28:65 to 70 kg 36. സോ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7:9. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. n men working n hours per day for n days complete n units of work. m men working m hours for m number of days. So how many units of work ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ അതിനെ നമ്മൾ x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x ഈക്വൽ ടു എന്തായിരിക്കും, m ക്യൂബ് മൾട്ടിപ്ലൈഡ് വിത്ത് n ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് n ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു m ക്യൂബ് ബൈ n സ്ക്വയർ. സോ ഏതായിരിക്കും ആൻസർ, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്ലാസ് തേർഡിലെ സ്റ്റുഡൻസിനെ 3 ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എയിൽ പോകുന്നു, മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് സിയിൽ പോകുന്നു. സോ റേഷ്യോ 5:4:1 തന്നിട്ടുണ്ട്.
സോ എയിൽ മാക്സിമം ആണ്, സിയിൽ എന്താണ് മിനിമം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ എന്ന് പറയുന്നത് 35 ആണ്. സോ ഇത് എത്രയായിരിക്കും? 28 ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. ചോദിച്ചിരിക്കുന്ന വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഇൻ സെക്ഷൻ ബി ആൻഡ് സി എത്രയാണ്? 21. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇഫ് എ നമ്പർ n is divided by 85 leaves remainder 73. അത് നമുക്ക് ഏതാണ്? ഈസി നമ്പർ 73 ആണ്. 73 divided by 85 എന്താണ്? leaves remainder 73 ആണ്. സോ 73 divided by 17 എത്ര തന്നെയായിരിക്കും കിട്ടുന്നത്? 17 എത്ര സമയം പോവും? 4 വരും. 68 വരും. 68ന്റെ ബാലൻസ് റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. If the areas of three adjacent faces the cuboid in the adjacent faces in area. So first phase L into B 64, next base into height 16, next length into height 96. ഇങ്ങനെ ആയിരിക്കും ഓരോ ഫേസ് വരുന്നത്. അതായത് ലെങ്ത് ബ്രെഡ്ത്ത്. അപ്പോൾ എന്താണ് ക്യൂബോയിഡ് എന്ന് അറിയാലോ. ക്യൂബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇങ്ങനെ ആയിരിക്കും ഫിഗർ ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് ഇവിടെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ ഒരു ഫേസിൽ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് വന്നാൽ നെക്സ്റ്റ് ഫേസിൽ ബേസ് ഇൻറ്റു ഹൈറ്റ്, നെക്സ്റ്റ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ്, അങ്ങനെയാണ്. അപ്പോൾ 3 അഡ്ജസൻറ്റ് ഫേസിന്റെ ഹൈറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വോളിയം ഓഫ് ദ ക്യൂബോയിഡ് ആണ്. സോ ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ സ്ക്വയർ ബി സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 മൾട്ടിപ്ലൈഡ് വിത്ത് 16 മൾട്ടിപ്ലൈഡ് വിത്ത് 96 കിട്ടും. അതായത് എൽ ബി എച്ച് എന്ന് പറയുന്നത് വോളിയം ആണ്. വോളിയം ഓഫ് എ ക്യൂബോയിഡ് ആണ്. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 64 16 മൾട്ടിപ്ലൈഡ് വിത്ത് 96. 64 16 നമുക്കറിയാം സ്ക്വയർ റൂട്ട് എത്രയാണ്. സോ അത് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 8 into 4 32 ഈസ് ടു ഇവിടെ വരുവാണെങ്കിൽ 6 മൾട്ടിപ്ലൈഡ് വിത്ത് 16 വരും. എഗെയിൻ ഒരു 4 പുറത്ത് വരും. 128 ഈസ് ടു റൂട്ട് 6 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. പെരിമീറ്റർ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 42 ആണ്. അപ്പോൾ ഒരു സൈഡ് 14 വരും. 3 സൈഡും ഈക്വൽ ആണല്ലോ. 3 സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ അത് 42 ആണ്. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് ഹൈറ്റ് ആണ്. ഇക്വലാറ്റർ ആംഗിൾ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? അതിന്റെ ഹൈറ്റും കൂടിയാണ്. സോ ഹൈറ്റ് ഓഫ് എ ഇക്വലാറ്റർ ആംഗിൾ എന്ന് പറയുന്നത് √3a/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7√3 സെന്റിമീറ്റർ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് അത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കും. ഇത് 7 ആയിരിക്കും, ഇത് 14 ആയിരിക്കും. സോ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 14 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. സെയിം ആൻസർ തന്നെയായിരിക്കും. എന്ത്? 7√3 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ഇലക്ഷനിൽ 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്, പിയും ക്യൂയും. അതിൽ പിയിൽ ടോട്ടൽ വാലിഡ് വോട്ട്സിന്റെ 75% കിട്ടി. ടോട്ടൽ വോട്ട്സ് എന്നല്ല പറയുന്നത്, ടോട്ടൽ വാലിഡ് വോട്ട്സിന്റെ 75% പിക്ക് ലഭിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് തന്നിട്ടുണ്ട്. 15% ഓഫ് ടോട്ടൽ വോട്ട്സ് ഇൻവാലിഡ് ആണ്. അതായത് 12,800 വോട്ട്സ് ഉള്ളതിൽ 85% വോട്ട് മാത്രമേ ഉള്ളൂ വാലിഡ് വോട്ട്സ്. അല്ല, അത്രയും വാലിഡ് വോട്ട്സ് ഉണ്ട്. ഈ വാലിഡ് വോട്ട്സിന്റെ 75% ആർക്ക് ലഭിച്ചു? പിക്ക് ലഭിച്ചു. അങ്ങനെയെങ്കിൽ ക്യൂവിന് എത്രയായിരിക്കും ലഭിച്ചത്? 25% ആയിരിക്കും അല്ലേ? ഡയറക്റ്റ്ലി നമുക്ക് 25% കണ്ടുപിടിച്ചാൽ മതിയല്ലോ ക്യൂവിന് ലഭിച്ചത്. സോ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ഇത് 4 വരും, 0 0, പിന്നെ 4 3 32 വരും. അതായത് 85 മൾട്ടിപ്ലൈഡ് വിത്ത് 32. 5 2s are 10, 16, 31, 32 3 വരുമ്പം 27. സോ 2720 ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 1 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് കണ്ടുപിടിക്കുക, അതിൽ എത്ര വാലിഡ് വോട്ട്സ് എന്ന് കണ്ടുപിടിക്കുക, പിന്നെ അതിന്റെ 25% കണ്ടുപിടിക്കുക. ഡയറക്റ്റ്ലി 1 സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ പിയും ക്യൂ തന്നിട്ടുണ്ട്. പി ക്യൂ -1 കണ്ടുപിടിക്കുക. സോ പിനെ നമുക്ക് എങ്ങനെ എടുക്കാം? 1/sin θ പ്ലസ് കോസ് θ ബൈ സൈൻ θ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെന്താണ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ 1/sin കൊസിക് θ ആണ് പ്ലസ് കോട്ട് θ. ക്യൂവും തന്നിട്ടുണ്ട്. പി ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ കൊസിക് സ്ക്വയർ θ മൈനസ് കോട്ട് സ്ക്വയർ θ ആയിരിക്കുമല്ലോ. ഇതെന്താണ്? 1 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 1 - 1 എന്താണ്? ഓപ്ഷൻ ബി 0 ആയി. 1 പ്ലസ് കോട്ട് സ്ക്വയർ θ ഈസ് ഈക്വൽ ടു കൊസിക് സ്ക്വയർ θ. ആ പ്രോപ്പർട്ടി മനസ്സിലാക്കുക. 1 പ്ലസ് കോട്ട് സ്ക്വയർ θ ഈസ് ഈക്വൽ ടു കൊസിക് സ്ക്വയർ θ. 1 പ്ലസ് tan സ്ക്വയർ θ ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ θ. സൈൻ സ്ക്വയർ θ പ്ലസ് കോസ് സ്ക്വയർ θ ഈസ് ഈക്വൽ ടു 1. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, മനസ്സിലാക്കുക. ഈ 3 മനസ്സിലാക്കിയിരിക്കും.
A shopkeeper gives 3 articles free on the purchase of 6 articles, and he also allowed discount of 10%, but still manages to earn 20%. Find the ratio of cost price and marked price. So ആദ്യമേ ശ്രദ്ധിക്കുക, ഷോപ്കീപ്പർ ഗീവ്സ് 3 articles free on the purchase 6 articles. അതായത് അവിടുത്തെ ഡിസ്കൗണ്ട് ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. എത്ര എണ്ണം മേടിക്കുമ്പോൾ? 9 എണ്ണം മേടിക്കുമ്പോൾ അല്ലേ? അതായത് ഇത് 1/3 എന്ന് വരും. അതായത് മാർക്ക്ഡ് പ്രൈസ് 3 ആണെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. മനസ്സിലായല്ലോ? അത്രയും വരെ മനസ്സിലായല്ലോ? സോ ഇനി പറയുന്നത് ബട്ട് ഈ ഓൾസോ അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ഇപ്പൊ ന്യൂ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എത്രയായിരിക്കും? 9/10. അതായത് 10% ഡിസ്കൗണ്ട് ആണല്ലോ. സോ ഇത് എത്ര വരും? 18/10 വരും. 18/10 എന്ന് വരും. പക്ഷെ ഹി മാനേജസ് ടു ഏൺ 20% എന്താണ്? പ്രോഫിറ്റ്. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 6/5 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് 18/10 ആയിരിക്കും. 2 വരും, 9 വരും. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3/2 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റേഷ്യോ ഓഫ് കോസ്റ്റ് പ്രൈസ് ടു മാർക്ക്ഡ് പ്രൈസ് ആണ്. സോ കോസ്റ്റ് പ്രൈസ് 3/2 ഈസ് ടു മാർക്ക്ഡ് പ്രൈസ് എത്ര വരും? 3 വരും. ഈസ് ഈക്വൽ ടു 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 3:6 വരും. ഡിവൈഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഈസ് ഈക്വൽ ടു 1:2 വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. What is simplified value? Simplification ആണ്. So first നമ്മൾ എടുക്കുകയാണ് 22/3 divided by 5/2 multiplied with 8/5 minus ബ്രാക്കറ്റിൽ 3/8 plus 1/7 multiplied with 7/4 minus 5/24 is equal to 22/3 divided by 4 വരും minus 3/8 plus 1/4 minus 5/24. This is equal to 22/3 divided by 4 എന്ന് പറയുമ്പോൾ into 1/4 വരും. That is equal to 2 വരുമ്പം 11/6 വരും minus എത്ര വരും? 5/8 minus 5/24 വരും. is equal to 24 നമ്മൾ LCM എടുത്തു കഴിഞ്ഞാൽ 4 44 minus 15 minus 5 വരും. That is 44 minus 20/24 വരും. 24/24 എത്ര വരും? 1. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 3 പൈപ്പ് എ ബി സി. സോ എക്ക് 21 അവേഴ്സ് എടുക്കും, ബി ആണെന്നുണ്ടെങ്കിൽ 28 അവേഴ്സ് എടുക്കും, സി ആണെന്നുണ്ടെങ്കിൽ 42 അവേഴ്സ് എടുക്കും. സോ ഇവരുടെ LCM നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 21 എന്ന് പറയുന്നത് 3 × 7, 28 എന്ന് പറയുന്നത് 2² × 7, 42 എന്ന് പറയുന്നത് 237. സോ ഇവിടെ LCM നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 7 multiplied with 2² 4 multiplied with 3. Okay. So efficiency of A എന്ന് പറയുന്നത് 21, 4 ആയിരിക്കും എയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതുപോലെ സിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 21 to 2 ആയിരിക്കും. So all 3 pipes are open for 8 hours. അതായത് 4 + 3 + 2. അതായത് 9 multiplied with 8. 9 8 72 hours വർക്ക് ചെയ്യും. ടോട്ടൽ എത്രയാണ്? 84 ആണ്. 84 minus 72 എന്ന് പറയുന്നത് 12 ആണ്. സോ ഈ 12 hours ആരാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്? 12 hours അല്ല, 12 ടോട്ടൽ വർക്കിന്റെ ബാക്കി എത്രയാണ്? 12. 72 വർക്ക് ആദ്യമേ 3 പൈപ്പ് കംപ്ലീറ്റ് ചെയ്തു, ബാക്കി 12. അത് എയും സിയും ക്ലോസ് ചെയ്തു, ബി ആണ് വർക്ക് ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതായത് മൊത്തം എടുത്തു 4 hours. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ആദ്യം എടുത്തത് 8 + 4 എത്ര വരും? 12 hours ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. If the solid cone of volume 27 pi centimeter cube is kept inside a hollow cylinder, അപ്പോൾ ഒരു ഹോളോ സിലിണ്ടറിന്റെ അകത്തൊരു കോണ് വെക്കുക. ഒരു കോണ്. അപ്പോൾ കോണിന്റെ ഒരു റേഡിയസും ഹൈറ്റും സിലിണ്ടറിന്റെ റേഡിയസും ഹൈറ്റും എന്ത് തന്നെയാണ്? കോണിന്റെ ആ ഒരു റേഡിയസും ഹൈറ്റും തന്നെയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വോളിയം ഓഫ് വാട്ടർ നീഡഡ് ടു ഫിൽ എംപ്റ്റി സ്പേസ്, അതായത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഒരു എംപ്റ്റി സ്പേസ് ഉണ്ടല്ലോ, എംപ്റ്റി സ്പേസിൽ നിറയ്ക്കാൻ പാകത്തിനുള്ള വെള്ളത്തിന്റെ എന്താണ്? വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? സിലിണ്ടറിന്റെ വോളിയം മൈനസ് വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് കോൺ ആയിരിക്കും. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ πr² മൈനസ് 1/3 πr² ഇസ് ഈക്വൽ എത്ര കിട്ടും? 2/3 πr². ഇതാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ആറും എച്ചും എന്താന്ന് തന്നിട്ടില്ല. പക്ഷെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. കോണിന്റെ വോളിയം 1/3 πr²h എന്ന് പറഞ്ഞാൽ 27 പൈ ആണ്. ഇതിൽ നമുക്ക് πr²h ഡയറക്റ്റ്ലി എടുക്കാം. എത്രയാണ്?
81 എന്ന് എടുക്കാം. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/3 മൾട്ടിപ്ലൈഡ് വിത്ത് 81 pi ദാറ്റ് ഈസ് ഈക്വൽ ടു 54 pi സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. A car starts with 60 km per hour, increases its speed by 10 km per hour after every 2 hours. Find the time it will take to complete 500 kilometers. അതാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യമേ 16 km per hour റൺ ചെയ്തു. അതായത് ഒരു അവറിൽ 60 കിലോമീറ്റർ. അപ്പോൾ 2 അവേഴ്സിൽ 120 കിലോമീറ്റർ. നെക്സ്റ്റ് 2 അവേഴ്സിൽ എന്ത് സംഭവിക്കുന്നു? ഓരോ 2 മണിക്കൂറിലും 10 കിലോമീറ്റർ പെർ അവർ ഇൻക്രീസ് ചെയ്യുവാണ്. അതായത് 20 കിലോമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് 2 അവേഴ്സ് ആകുമ്പോൾ വീണ്ടും 140 കിലോമീറ്റർ. നെക്സ്റ്റ് 2 അവേഴ്സ് ആകുമ്പോൾ എത്രയോ 160 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് എത്ര വരും? 260, 360, 420 കിലോമീറ്റർ വരെ വന്നു അല്ലേ? 420 വരെ വന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 500 ആണ്. സോ നെക്സ്റ്റ് 420 കിലോമീറ്റർ വരെ നമ്മൾ 6 അവേഴ്സ് എടുത്തു അല്ലേ? 2 + 2 + 2. നെക്സ്റ്റ് വേണ്ടത് എന്താണ്? ഒരു 80 കിലോമീറ്റർ കൂടെ വേണം. അപ്പം ഇവിടെ 60 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ അടുത്ത സ്പീഡ് എന്ന് പറയുന്നത് 70 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ആണല്ലോ, 10 കിലോമീറ്റർ വെച്ചാൽ കൂടുന്നത്. നെക്സ്റ്റ് 80 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റിൽ എന്തായിരിക്കും? 90 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. 90 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ് വേണ്ടത്? 80 ആണ് വേണ്ടത്. സോ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80/90 ആയിരിക്കും അല്ലേ? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. സോ 8/9 അവേഴ്സ് ആയിരിക്കും. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആദ്യത്തെ 6 + 8/9, 6 and 8/9 അവേഴ്സ് ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. P is 75% more efficient than Q. That is equal to 7:4 വരും എഫിഷ്യൻസി റേഷ്യോ. Q എന്ന് പറയുന്ന 1/5 വർക്ക് 14 ഡേയ്സ്. ടോട്ടൽ 70 ഡേയ്സ് എടുക്കും ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആണല്ലോ. P and Q together work for 20 days. P and Q ഫുള്ളി വർക്ക് ചെയ്യുന്നത് 20 ഡേയ്സ് ആണ്. സോ ക്യൂവിന്റെ 70 ഡേയ്സ് ആകുമ്പോൾ P എത്രയായിരിക്കും? 40 ഡേയ്സ് ആയിരിക്കും. ഓക്കെ, സോ P 40 ആയി, Q എത്ര വന്നു? 70 ആയി. സോ ഇവരുടെ ഇത് വന്നു കഴിഞ്ഞാൽ 28 × 100 വരുമായിരിക്കും. സോ ഇത് എത്ര വരും? 40. എഫിഷ്യൻസി 70 വരും പിയുടെ, ക്യൂവിൻ്റെ എഫിഷ്യൻസി 40 വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് P and Q together work for 20 days ആണ്. അപ്പം 70, 40 അവരുടെ എഫിഷ്യൻസി 110 മൾട്ടിപ്ലൈഡ് വിത്ത് 20 എന്ന് പറയുമ്പോൾ 2200 വർക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്തു. വാട്ട് പാർട്ട് ഓഫ് ദ വർക്ക് വിൽ ബി ഡൺ? അതായത് 2200 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര? 2800 ഇസ് ഈക്വൽ ടു 11/14. ഇത്രയും പാർട്ട് വർക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ചോദിച്ചിരിക്കുന്നത്. 11/14. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. sin x തന്നിട്ടുണ്ട്, cos 2x കണ്ടുപിടിക്കുക. cos 2xന് 2-3 ഫോർമുലയുണ്ട്. 2 cos square x -1, 1 - 2 sin square x, cos square x minus sin square x, 1 - tan square x by 1 plus tan square x. ഇത്രയും ഫോർമുല ഉണ്ട്. സോ ഇതിൽ sin x ഡയറക്ട്ലി ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? 1 - 2 sin square x എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ദാറ്റ് ഈസ് 1 - 1/16. Sorry, 2 × 1/16. 2 × 1/16. 1 - 1/8. 7/8. ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും. a³ + b³ തന്നിട്ടുണ്ട്, a + b തന്നിട്ടുണ്ട്, ab കണ്ടുപിടിക്കുക. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. a³ + b³ is equal to a + b × a² - ab + b². ഒന്നുകൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ a + b × a + b the whole square minus 3ab. Okay, so a³ + b³ 168√3 by a + b 4√3 is equal to 1648 minus 3ab. So 3ab എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്ര വരും? 4, 42 വരും. 48 - 42 6 വരും. സോ ab is equal to 2 വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ തന്നിരിക്കുന്നു 6 - 5x whole square plus 9 - 2y whole square plus 10 - 3z whole square എന്ന് പറഞ്ഞാൽ 0 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x + y + z/3 ആണ്. സോ ഇതിൽ ശ്രദ്ധിക്കുക, സ്ക്വയർ ഓരോ ടേമും സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഓരോ ടേമും 0 ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, 0 + 2 എന്ന് പറയുന്നത് 2 ആണ്. 0 അല്ലല്ലോ. 0 +
1 second. 0 plus 0 plus 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്, 0 അല്ലല്ലോ. സോ പക്ഷേ 0 plus 0 plus 0 എന്താണ്? ഓരോ ടേമും എന്തായിരിക്കും? 0 ആയിരിക്കും. എങ്കിൽ മാത്രമേ ഉള്ളൂ സം എന്താണ്? സ്ക്വയർ സം 0 ആവത്തുള്ളൂ. ബട്ട് അങ്ങനെയല്ല, മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? 0 മൾട്ടിപ്ലൈഡ് വിത്ത് 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഏതെങ്കിലും ഒരു ടൈം, ഇപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു മൾട്ടിപ്ലൈ എത്ര ടൈംസ് കൊടുത്താലും അതിൽ ഒരു ടേം 0 ആണെങ്കിൽ എന്താണ്? ഹോൾ വാല്യൂ ബിക്കം 0. അതാണ് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 6 മൈനസ് 5x ഓരോന്നും നമുക്ക് എക്സിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 6/5 കിട്ടും ആദ്യത്തെ. നെക്സ്റ്റ് 9 മൈനസ് 2y ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു 9/2 എന്ന് കിട്ടും. നെക്സ്റ്റ് 10 മൈനസ് 3z ഈസ് ഈക്വൽ ടു 0, z ഈസ് ഈക്വൽ ടു 10/3. So x plus y plus z by 3. 6 plus 5, sorry 6/5 plus 9/2 plus 10/3, the whole divided by 3. നമുക്ക് LCM എടുക്കാം, 30 എടുത്ത് നോക്കാം. 30 എടുത്താൽ 6 36, 15 5 9s are 4 135, 10 100, 3 കൊടുക്കാം. So 235, 235, 36, 271/90 വരും. So approximately 3.3 വന്നു കഴിഞ്ഞാൽ 270 വരും, പിന്നെ ഒരു 0 വരും, പിന്നെ ഒരു 1 വരും. 3.01 ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. A plus 3 sec 45 എന്ന് പറഞ്ഞാൽ √2 is equal to b plus 4 cosec 45 എന്ന് പറഞ്ഞാൽ √2. സോ √2 ക്യാൻസൽ ആകുമ്പോൾ a മൈനസ് ബി എന്തായിരിക്കും? 1. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ആണ്, ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ ഒരു 20,000 റുപ്പീസ് ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത് 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2 ഇയേഴ്സിന്. എഗെയിൻ ഇൻവെസ്റ്റ് ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഈ 2 വർഷത്തിൽ ലഭിച്ച ടോട്ടൽ എമൗണ്ട് വീണ്ടും ഒരു സ്കീമിലോട്ട് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു 50% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ്. എങ്ങനെ 2 വർഷം കൂടെ, ഈ 4 വർഷം മൊത്തം 4 വർഷത്തിലും കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ആദ്യത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, സെപ്പറേറ്റ് ആയിട്ട് രണ്ടാമത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാം. അതെല്ലാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 20,000 into 10/100 പ്ലസ്, അപ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇതിപ്പോൾ എത്ര വരും? ഇതൊരു 2000 വരും. അപ്പോൾ 2000 പ്ലസ് 20,000, അപ്പോൾ 22,000 ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന സം അത് എത്ര വർഷത്തേക്കാണ്? 30/100, 15 into 2/100. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 0 2 1 1 2 3 2000 വരും. ഇവിടെ വരുവാണെങ്കിൽ 6600 വരും, അതായത് 8600 റുപ്പീസ് വരും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Angle of elevation to the top of the ladder from a point on the ground which is 10 meters away from it. Angle of elevation 60 degree. So നമ്മളോട് ചോദിച്ചിരിക്കുന്ന height of the ladder ഇതെന്താണ്? 10√3 ആയിരിക്കും. 10√3 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന സിംപ്ലിഫൈ, തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷന്റെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സോ അത് നോക്കുക, 36x² വരണമെങ്കിൽ എന്തായിരിക്കും? ആദ്യമേ 6x². അപ്പോൾ അത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അവസാനത്തെ 9² ആയിരിക്കും, അത് 2 3 എണ്ണം ഉണ്ട്, പക്ഷെ ആദ്യമേ 6x ഉള്ളൂ. സോ 6x² ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കുലർ സെക്ടർ. സെക്ടറിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന്റെ ആംഗിൾ 64 ഡിഗ്രി തന്നിട്ടുണ്ട്, അതുപോലെ റേഡിയസ് 7 തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു എന്താണ്? ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. സോ ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയുന്നത് θ/360 മൾട്ടിപ്ലൈഡ് വിത്ത് πr² ആണ്. സോ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 64/360 മൾട്ടിപ്ലൈഡ് വിത്ത് 22/7 r² എന്ന് പറയുമ്പോൾ 49. സോ ഇത് എത്ര വരും? 7 വരും, 211 വരും, 2180 വരും, ഇവിടെ 232 വരും, 90 വരും. സോ ഇത് 7 2 14, 224 × 11/90 വരും, അതായത് 4 6 4 2/90. പക്ഷെ ഇങ്ങനെയല്ല ആൻസർ കിടക്കുന്നത്. സോ ഡെസിമൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. 932 വരും, 180 വരും, 6 66 വരും, 4 വരും, 8 വരുമ്പോൾ 720 വരും, 7 വരുമ്പം എന്താണ്? 630 വരും, 4 27 പോയിന്റ് സംതിങ് ആണ്. സോ ആൻസർ എത്രയായിരിക്കും? 27.38 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഡെസിമൽ കൊടുക്കുക, പിന്നെ 340 എത്ര തവണ വരും? 4 വരുമ്പോൾ 360 ആണ്, പിന്നെ 3 വരത്തുള്ളൂ. സോ ഓപ്ഷൻ ഇത് തന്നെയാണ്, 27.3 തന്നെ. A retailer achieves two successive profit of 6%, 4% by selling a washing machine. What will be the cost price if selling price തന്നിട്ടുണ്ട്, cost price കണ്ടുപിടിക്കുക. So cost price ന്റെ 106/100 multiplied with 104/100
എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന 33072 എന്ന് പറയുന്നത്. ഇതിന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. സോ ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 33072 ഡിവൈഡഡ് ബൈ 106 വരുമ്പം 3 വരും. 18 1 3 വരും. സോ ഇത് എത്ര വരും? 12 വരും, 7 വരും. ഇവിടെ എത്ര വരും? 2 ആണ്. അപ്പോൾ 1 വരും. 106 വരും, 1 വരും, 2 വരും, 2 വരും. ഇത് 2 വരും. സോ എത്രയാണ്? 212 0 വരും. സോ ഇത് എത്രയാണ്? 106 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 312 വരും. 104 മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആണ് 106. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30000 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ഈ ഒരു ഒലിവ് ബോർഡ് ലൈവ് മോക്കിൽ ചോദിച്ച 25 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.